ishoot photography. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഫോട്ടോഗ്രാഫി ബാഗിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ ഫോട്ടോഗ്രാഫി ഗിയേഴ്സ്, ലെൻസ്, അതുപോലെ നമ്മുടെ ട്രൈപോഡ്, ഇതൊക്കെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഫോട്ടോഗ്രാഫിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ബാഗ്. കാരണം നമ്മൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള ലെൻസും ക്യാമറകളും ഡ്രോണൊക്കെ മേടിച്ചിട്ട് അത് ബാഗ് നല്ലതല്ലാത്തതുകൊണ്ട് നമുക്കത് നാശാവേണ്ട ഗതി വരരുത്. അത് നല്ല പ്രൊട്ടക്റ്റീവായിട്ട് നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം, ഒതുങ്ങിയതായിരിക്കണം, ഒരുപാട് സാധനങ്ങൾ കൊള്ളണം. ഇതൊക്കെയാണ് നമ്മളൊരു ബാഗ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറ്. ഞാനിപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് വാൻഗാർഡിൻ്റെ ഒരു ബാഗാണ്. വാൻഗാർഡ് ബ്രാൻഡ് ഒരു പക്ഷേ നിങ്ങൾ വിദേശത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അമേരിക്കയിലും ജപ്പാനിലൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ബാഗുകൾ, ഫോട്ടോഗ്രാഫി ബാഗ് എന്നല്ല, ഏത് തരത്തിലുള്ള ബാഗിലും പോപ്പുലർ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് വാൻഗാർഡ്. ഇപ്പോൾ ഇന്ന് ഇന്ത്യയിൽ നമുക്ക് ട്രൈപോഡ്, ബാഗ്, ഇതൊക്കെ നമുക്ക് ഇഷ്ടംപോലെ അങ്ങനത്തെ എക്യുപ്മെൻറ്റ്സുകളൊക്കെ നമുക്ക് വാൻഗാർഡ് നമുക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്, ചീപ്പ് ആൻഡ് ബെസ്റ്റാണ്. അപ്പോൾ ഈ ബാഗായിട്ട് ഞാൻ പുറത്തൊക്കെ ഒന്ന് പോയൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കി, കംഫർട്ടബിളാണ്. എനിക്കെൻ്റെ ഒരു ക്യാമറ, ഒരു 5-6 ലെൻസുകൾ, നിങ്ങൾ വീഡിയോ കണ്ടപ്പോൾ തന്നെ 5-6 ലെൻസുകൾ, ലാപ്ടോപ്പ്, ഐപാഡ്, ഡ്രോണ്, ഈ മൈക്ക്, ഈ വക സാധനങ്ങളൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് എനിക്കതിൽ കൊള്ളിച്ച് പോകാൻ പറ്റും. എന്നാൽ വലിയൊരു ബൾക്കി ആയിട്ടുള്ള ബാഗല്ല, വളരെ ഒതുങ്ങിയിട്ടുള്ള രീതിയിലാണ് അതിൻ്റെ നിർമ്മാണവും കാര്യങ്ങളൊക്കെ. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബാഗ് തന്നെയാണ്. വെയിറ്റ് വരുന്നത് ഏകദേശം 2 കിലോ വെയിറ്റ് വരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട്, ഇത്രയും പ്രൊഡക്റ്റീവായിട്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു എയർലൈനൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത്, വിദേശയാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്യാബിൻ ബാഗേജ് എപ്പോഴും നമുക്കൊരു വെയിറ്റിൻ്റെ പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ബാഗ് ഭയങ്കര ഹെവി ആയിട്ടുള്ള ബാഗ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമ്മളെ വെയിറ്റ്, ക്യാബിൻ ബാഗേജൊക്കെ കൂടി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, 2 കിലോന് താഴെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ കുറേ ആക്സസറീസൊക്കെ നമുക്ക് ഇതിൽ പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഈ ബാഗിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ബാഗിൻ്റേത്. സൈഡിൽ നമുക്ക് ബാഗ് വേണമെങ്കിൽ നമുക്കിങ്ങനെ തൂക്കി പിടിച്ചിട്ട് പോകാൻ പറ്റും. ഇപ്പം നമ്മളൊരു എമിഗ്രേഷനിലും നമ്മൾ അതുപോലെ ചെക്ക് ഇൻ ചെയ്യുമ്പോഴും, അതുപോലെ ഒരു ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി കാട്ടിൽ പോകുമ്പോഴൊക്കെ നമ്മൾ ബാക്ക് പാക്കായിട്ട് ബാക്കിൽ നമ്മൾ ഈ രീതിയിലാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്ത് പോകുന്നത്. അത് നമുക്ക് അവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ നടക്കുന്ന സമയത്ത് നമുക്ക് ബാഗ് അവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഈ വള്ളി ഇങ്ങനെ തൂക്കി പിടിച്ചിട്ടൊക്കെ പോകാറ്, അതല്ലെങ്കിൽ ഇവിടെയും പിടിച്ചിട്ട് പോകാറുണ്ട്. പക്ഷെ നമുക്കിത് വേറൊരു സൈഡിലും കൂടെ കുറച്ചുകൂടി കംഫർട്ടായിട്ട് താഴെ നിന്ന് തട്ടാത്ത രീതിയിൽ നമുക്ക് ഇങ്ങനെയും കൂടെ ഒക്കെ പിടിച്ചിട്ട് പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ബാഗിൻ്റെ ഒക്കെ ഒന്ന് തുറന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പുറത്ത് 2 സിബ് വരുന്നുണ്ട്. ഈ സിബ് പരസ്പരം കണക്റ്റീവായിട്ടുള്ള ഒരു അറയാണ്. അതായത് നമുക്ക് സൈഡിൽ നിന്നൊക്കെ എന്തെങ്കിലും എടുക്കണമെങ്കിൽ ഒരു സൈഡിൽ നിന്ന് ഇട്ടാലും മറ്റേ സൈഡിൽ നമുക്കത് എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളൊക്കെ ഒരു മൊബൈലൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് അപ്പുറത്തുനിന്നും നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ 2 സൈഡ് നമുക്ക് ക്ലോസ് ചെയ്തിട്ട് യൂസ് ചെയ്താൽ മതി. നമുക്ക് ഏത് ഭാഗത്തു നിന്നാണ് എളുപ്പിച്ച ആ ഭാഗത്ത് നമുക്ക് തുറന്നെടുക്കാൻ പറ്റിയ രീതിയിലാണ് ആദ്യത്തെ ഫ്രണ്ടിലെ കവർ വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ സൈഡിൽ നമുക്ക് ട്രൈപോഡ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കേസ് വരുന്നുണ്ട്. ട്രൈപോഡ് അതിൽ നമുക്ക് വാട്ടർ ബോട്ടിലൊക്കെ വെക്കാൻ പറ്റും, ട്രൈപോഡും ഇതിൽ വെക്കാൻ പറ്റും. എന്നിട്ട് നമുക്കിത് ട്രൈപോഡിൻ്റെ ട്രൈപോഡിൻ്റെ ഒരു ലോഗോ ഒക്കെ ഉണ്ട് ഇതിൻ്റെ മുകളിൽ. അപ്പോൾ ഈ ട്രൈപോഡ് ഇവിടെ വെച്ചിട്ട് നമുക്ക് ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ട്രൈപോഡ് നമുക്ക് ഇളകി പോകാത്ത രീതിയിൽ നല്ല കറക്റ്റായിട്ട് ട്രൈപോഡ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. അതാണ് സൈഡിലുള്ളത്. പിന്നെ നമ്മൾ ഈ ബാഗിലേക്ക് പോവുകയാണെങ്കിൽ ഫസ്റ്റത്തെ ഒരു ലെയർ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കിട്ടും. ഫസ്റ്റത്തെ ഒരു ലെയർ നമുക്ക് തുറന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കിട്ടും. അതിൽ ഇവിടെ നമുക്ക് നമ്മുടെ ഐപാഡൊക്കെ നമുക്ക് ഇവിടെ ഇടാം. ഇനിയിപ്പോൾ ചെറിയ ലാപ്ടോപ്പ് ആണെങ്കിൽ 13 ഇഞ്ചിൻ്റെ ഒക്കെ ലാപ്ടോപ്പ് ഇടാം, അല്ലെങ്കിൽ ഐപാഡ് ഇടാം. ഇവിടെ നമുക്ക് പേനയോ നമ്മളെ ബാക്കി കാര്യങ്ങളും ഡോക്യുമെൻറ്റ്സൊക്കെ വെക്കാൻ പറ്റും. ഇവിടെയും നമുക്ക് ഫിൽറ്ററുകളൊക്കെ സൂക്ഷിക്കാനൊക്കെ പറ്റിയ രീതിയിലുള്ള 2 അറകൾ ഫ്ലാപ്പിൻ്റെ മുകളിൽ വരുന്നുണ്ട്. അതാണ് ആദ്യത്തെ ഫ്ലാപ്പിൻ്റെ തുറന്നാൽ നമുക്ക് കിട്ടുന്നത്. ഫ്ലാപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഭാഗമാണ് തുറക്കാനുള്ളത്. ഇവിടെ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മെമ്മറി കാർഡ് സൂക്ഷിക്കാനുള്ള
രണ്ട് പൗച്ച് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലൊക്കെ നമുക്ക് ഫിൽറ്ററുകൾ, നമുക്ക് അതിൻ്റെ ഇതിലുള്ള ഗ്ലാസിൻ്റെ ഫിൽറ്ററുകളോ അതില്ലെങ്കിൽ നമ്മളെ കയ്യിലുള്ള കേബിളുകളോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് 3 കവറുകൾ ഇവിടെ കറക്റ്റായിട്ട് വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് നോക്കിയാൽ കാണാൻ പറ്റും. നമുക്ക് ഇവിടുന്ന് ഒരു ക്യാമറ ഇവിടുന്ന് ഇട്ട് കൊടുക്കാം, ഒരു ക്യാമറ ഇപ്പുറത്ത് വെക്കാം, അതല്ലെങ്കിൽ ഇവിടെ ഡ്രോൺ വെക്കാം. ഇതിലൊക്കെ നമുക്ക് ലെൻസുകൾ, പല രീതിയിലുള്ള ലെൻസുകൾ നമുക്ക് ഇതിലൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് 70-200 കുറച്ച് നീളമുള്ള ലെൻസാണെങ്കിൽ നമുക്ക് ഇതൊക്കെ നമുക്ക് ഊരി മാറ്റിയിട്ട് നമുക്ക് കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള നമുക്ക് പറ്റിയ രീതിയിൽ നമുക്കിത് ഊരി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് പറ്റിയ രീതിയിലുള്ള ലെൻസുകളൊക്കെ ഇതിൽ സൂക്ഷിക്കാൻ പറ്റിയ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതിൻ്റെ ലെൻസ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്, എന്നാൽ കുറച്ച് ഹാർഡ് കാണാൻ. അതായത് നമുക്ക് ലെൻസുകളൊക്കെ പ്രൊട്ടക്റ്റീവ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഓരോ ലെയറുകളും ഇതിൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ വേറൊരു പൗച്ചും കൂടെ ഇതിൽ വരുന്നുണ്ട്. ഒരു പക്ഷേ നമ്മൾ ചാർജറോ ചാർജിങ് കേബിൾ ഇങ്ങനത്തെയൊക്കെ സൂക്ഷിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു പൗച്ചാണ്. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഓരോ അറകൾ കയറി തപ്പണ്ട. ഇതിൽ നിന്ന് നമുക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇതിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ നമുക്ക് നമ്മുടെ ലാപ്ടോപ്പ് വെക്കാൻ വേണ്ടിയിട്ട് 15 ഇഞ്ചിൻ്റെ ലാപ്ടോപ്പാണ് ഞാൻ ഇവിടെ വെച്ചിരുന്നത്. അപ്പോൾ നമുക്കിവിടെ ലാപ്ടോപ്പ് നമുക്ക് സേഫായിട്ട്, അതായത് പെട്ടെന്ന് ബാക്കിൽ നിന്ന് ഒരു പ്രഷറൊന്നും വരികയാണെങ്കിൽ കേടിരാത്ത രീതിയിൽ തന്നെ സേഫായിട്ട് നമുക്ക് ലാപ്ടോപ്പ് നമുക്കിവിടെ സൂക്ഷിക്കാൻ പറ്റും. പിന്നെ സൈഡിലൊരു പൗച്ച് വരുന്നുണ്ട്. നമുക്ക് മൊബൈലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി സൈഡിൽ വേറൊരു പൗച്ച് വരുന്നുണ്ട്. നമ്മൾ ട്രൈപോഡിൻ്റെ കവർ കൂടാതെ ഉള്ളിലൊരു പൗച്ച് വരുന്നുണ്ട്. അത് നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളെ പാസ്പോർട്ടും മറ്റ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനുള്ളിൽ ഒരു രഹസ്യ അറ പോലത്തെ ഒരു അറയുണ്ട്. കണ്ടാ, ഇവിടെ നമുക്ക് നമ്മുടെ പാസ്പോർട്ടോ അതല്ലെങ്കിൽ വാലറ്റൊക്കെ നമുക്ക് ഈ ഇതിൽ സൂക്ഷിക്കാൻ പറ്റും. പെട്ടെന്ന് ആരും കാണുകയില്ല. കണ്ടാ, ഈ ഒരു ബാക്ക് പാക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് ആരും കാണുകയില്ല. പിന്നെ നമ്മൾ ഇങ്ങനെ പിന്നെ ബാക്കിലിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് അത് ഉള്ളിലായിട്ട് സേഫായിട്ടിരുന്നോളും. ബാക്കിൽ നിന്നൊന്നും ആരും ഊരിക്കൊണ്ടാവാതിരിക്കാതെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ആ രീതിയിലാണ് ഒരു പൗച്ച് ഉള്ളിലുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ബെൽറ്റ് കാണാം. ഇത് നമ്മൾ എയർപോർട്ടിലൊക്കെ അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ട്രോളി ബാഗിൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, ട്രോളി ബാഗിൻ്റെ അതിൻ്റെ മുകളിൽ നമുക്കിത് കൊളുത്തിയിട്ടുണ്ട് കഴിഞ്ഞാൽ ട്രോളി ബാഗിൽ സേഫായിട്ടിരുന്നല്ലോ. നമ്മളിപ്പോൾ സാധാരണ ഇങ്ങനത്തെ ബാഗുകളൊക്കെ ട്രോളി ബാഗിൻ്റെ മുകളിൽ വെച്ചിട്ട് പോകുമ്പോൾ മറിഞ്ഞ് വീഴലൊക്കെ പതിവാണ്. അപ്പോൾ ട്രോളി ബാഗിൻ്റെ ആ ലിവറിൻ്റെ മുകളിൽ നമുക്കിത് ടൈ ചെയ്യുന്ന പോലെ സുഖമായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ബെൽറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മുടെ പുറത്തേക്ക് നിൽക്കുന്ന ഭാഗം നമുക്ക് ചൂട് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് എയർ പോകുന്ന രീതിയിലുള്ള ഹോളുകൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പുറത്ത് ചൂട് അനുഭവപ്പെട്ടിട്ട് ഷർട്ടൊക്കെ ഉണ്ടല്ലോ ബാക്കിൽ കുറച്ച് നേരം ഇട്ട് കഴിഞ്ഞാൽ ബാക്കൊക്കെ ഷർട്ടൊക്കെ വിയർത്ത് നനയണ രീതിയിലുള്ള ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. 2 പാഡ് പോലെ വെച്ചിട്ട് ഉള്ളിൽ എയർ പാസ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. നമ്മൾ സ്പൈനൽ കോഡിനൊക്കെ ചൂട് തട്ടാത്ത രീതിയിൽ എയർ പാസ് ചെയ്യാനുള്ള സ്ഥലം വെച്ചിട്ടാണ് നമ്മൾ ഈ സാധനങ്ങൾ, ഈ പാഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ ഇഷ്ടപ്പെട്ടു. അതുപോലെ നമ്മുടെ ഷോൾഡർ കൂടി വരുന്ന സ്ട്രാപ്പിൻ്റെ മുകളിലൊക്കെ ഇതുണ്ട്. ഇതൊക്കെ ബ്രീത്ത് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ചൂട് ഫീൽ ചെയ്യില്ല. അവിടെ തന്നെ ചൂട് അല്ലെങ്കിൽ പിന്നെ ഒരു ഹോട്ട് ക്ലൈമറ്റിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എയർ പാസ് ചെയ്യണ എയർ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് പുറത്തൊക്കെ ഫോട്ടോഗ്രാഫിക്ക് പോയാലും മഴ വരുന്നത് നമുക്ക് സാധാരണയാണ്. പെട്ടെന്ന് മഴയൊക്കെ വരാം. ഏത് ക്ലൈമറ്റിൽ നമ്മൾ പുറത്ത് പോകാം. മഴയും മഞ്ഞൊക്കെ വന്നിട്ട് നമ്മുടെ ബാഗ് നനഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു റെയിൻ കവർ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ റെയിൻ കവർ ഇതിൽ നന്നായിട്ട് കവർ ചെയ്തിട്ട് സൂക്ഷിച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ വാൻഗാർഡിൻ്റെ വാറണ്ടി എന്ന് പറയുന്നത് 5 വർഷമാണ്. ഇന്ത്യയിൽ വാൻഗാർഡിൽ നമ്മൾ ഒരു ഷോപ്പിൽ പോയിട്ട് നമ്മൾ ആമസോണിൽ ഏതെങ്കിലും സൈറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് വാറണ്ടി എന്ന് എനിക്കറിയില്ല. നമ്മൾ ബില്ലടക്കം നമ്മളൊരു ഷോപ്പിൽ നിന്ന് നമ്മളിത് വാങ്ങുകയാണെങ്കിൽ 5 വർഷം നമുക്ക് വാറണ്ടി കിട്ടും. അപ്പോൾ വാൻഗാർഡിൻ്റെ VEO സെലക്ട് 47 എന്ന് പറയുന്ന മോഡലാണിത്. ഇതിൻ്റെ പ്രൈസ് നിങ്ങൾ എപ്പോഴും ഷോപ്പിൽ ചെക്ക് ചെയ്യുകയാണ് നല്ലത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ബാഗ് നിങ്ങൾക്ക് ഒരു അസറ്റ് തന്നെ ആയിരിക്കും. ഒരുപാട് കാലം, നീണ്ട കാലം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങളെ പ്രൊഡക്റ്റൊക്കെ, നിങ്ങളെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ സേഫായിട്ട് സൂക്ഷിക്കാൻ പറ്റിയ ഒരു ബാഗ് തന്നെയാണിതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ആക്റ്റീവ് ചെയ്യാനൊന്നും ആരും മറക്കണ്ട. Thank you so much for watching me.